Superposition theorem. If there are a number of EMF acting simultaneously in a network, then each EMF sends its own current in each conductor independently of others. Hence, the value of current in any conductor is the algebraic sum of the current due to each EMF. Since the current in any conductor is obtained by superposing, the current is called superposition theorem. The above statement for current is also true for voltages. അതായത് ഒരു നെറ്റ്വർക്കിൽ ഒരേ ടൈമിൽ ഒരുപാട് EMFും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഓരോന്നിനും മറ്റുള്ളവരിൽ നിന്നും ഫ്രീ ആയിട്ട് ഓരോ കണ്ടക്ടറിലൂടെയും അതിൻ്റേതായ കറണ്ട് പാസ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കണ്ടക്ടറിലെയും കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ EMF മൂലമുള്ള കറണ്ടിൻ്റെ ആൾജിബ്രായിക് സമ്മാണ്. അതാണ് ഈ സൂപ്പർപൊസിഷൻ തിയറം പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ വോൾട്ടേജസിലും കേസിലും എന്താണ് ട്രൂ ആണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ സൂപ്പർപൊസിഷൻ തിയറം. ഇഫ് ദർ ആർ more than one sources of EMF in a network made up linear and bilateral conductors, the current through any conductor is algebraic sum of the current. അതായത് ലീനിയറും ബയലാറ്ററൽ ആയിട്ടുള്ള കണ്ടക്ടർ ഒരു നെറ്റ്വർക്കിൽ EMFൻ്റെ ഒന്നിലധികം സോഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെയുള്ള ആ കറണ്ടിൻ്റെ ആൾജിബ്രായിക് സം ആണെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ലെറ്റ് E1 E2 ബി ദ സോഴ്സസ് ഓഫ് EMF ഇൻ നെറ്റ്വർക്ക് മെയ്ഡ് അപ്പ് ഓഫ് 3 റെസിസ്റ്റൻസ് R1 R2 ആൻഡ് R3. അതായത് E1 E2 എന്ന് പറയുന്നത് സോഴ്സ് ആണ്. ഇതിൻ്റെ 3 റെസിസ്റ്റൻസ് അതിൻ്റെ R1 R2 R3. ദെൻ I1 ഡാഷ് എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ഏത് R3 ഡ്യൂ ടു E1 അലോൺ. ദെൻ I2 ഡാഷ് എന്ന് പറയുന്ന കറണ്ട് ത്രൂ കണ്ടക്ടർ R3 ഡ്യൂ ടു E2 അലോൺ. ഇനി അക്കോർഡിംഗ് ടു സൂപ്പർപൊസിഷൻ തിയറം I1 dash plus I2 dash be the net current through the conductor R3. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. ഈ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാം. E1 സോഴ്സ്, E2 സോഴ്സ്, ദെൻ 3 റെസിസ്റ്റൻസ് R1 R2 R3 എന്ന് പറഞ്ഞ 3 റെസിസ്റ്റൻസ്. ദെൻ ഇനി ക്രിച്ച്ഓഫിൻ്റെ വോൾട്ടേജ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരു നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് പാത്തിൽ ഓരോ കണ്ടക്ടറിലെയും കറണ്ടിലെയും റെസിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ സമ്മ് പ്ലസ് ആ ക്ലോസ്ഡ് പാത്തിലെ EMFൻ്റെ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആണെന്നാണ് ക്രിച്ച്ഓഫിൻ്റെ വോൾട്ടേജ് റൂൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിൽ നമ്മൾ ക്രിച്ച്ഓഫിൻ്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. A B E F A എന്ന് പറഞ്ഞാൽ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ക്രിച്ച്ഓഫിൻ്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് I1 കറണ്ട് പാസ് ചെയ്യുന്നു, R1 റെസിസ്റ്റൻസ്, R3 ദെൻ E1. ഇത് കൂടെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാവും. അപ്പം എങ്ങനെയാണ് പോവുക? -IR1 -IR3 പ്ലസ് E1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. IR1 പ്ലസ് IR3 വിച്ച് ഇസ് ഈക്വൽ ടു E1. ഇത് ഇക്വേഷൻ നമ്പർ 1. സെയിം ആസ് നമ്മൾ ഇതേ ലൂപ്പും കൺസിഡർ ചെയ്യുക. B C D E B. ഓക്കെ, അത് നോക്കാം. IR2 ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം -E2 പ്ലസ് IR3 ഈക്വൽ ടു 0. അപ്പം IR2 പ്ലസ് IR3 ഈക്വൽ ടു E2. ഇത് അപ്പം ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടിയ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1നെ ബൈ R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷൻ നമ്പർ 2നെ R1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക രണ്ടും കൂടി. അപ്പം നമുക്ക് എന്ത് കിട്ടും? I ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. I1 R1 പ്ലസ് I1 R1
R2 plus I R3 R2 plus I R1 R2 plus I R1 R3 equal to E1 R2 plus E2 R1. അപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇവിടെ. ഇനി നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? R1 R2 ഇൻറ്റു I1 plus I2 plus I into R1 R3 plus R3 R2 equal to E1 R2 plus E2 R1. ഇനി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ചെയ്യുന്ന സമയത്ത് R1 R2 I plus I into R1 R3 plus R3 R2 equal to E1 R2 plus E2 R1. Then I equal to എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കിട്ടി. E1 R2 plus E2 R1 divided by R1 R2 plus R3 into R1 plus R2. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് സോഴ്സാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പം ഈ രണ്ട് സോഴ്സിലുള്ള കറണ്ടിൻ്റെയും സമ്മാണ് ഇത് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ E1 എന്ന് പറഞ്ഞ സോഴ്സ് കൺസിഡർ ചെയ്യുകയാണേ. E1 എന്ന് പറഞ്ഞ സോഴ്സ്. അപ്പം E1 എന്ന സോഴ്സ് E2 പറയും. E1 എന്ന സോഴ്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കറണ്ട് I1 ഈക്വൽ ടു എന്തായിരിക്കും? I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ്. അതാണ് നോക്കൂ, ഇതാ I1 കറണ്ട് എന്ന് പറയുന്നത് ഇതാ I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ് ആണ്. നോക്കാം, ഈ സർക്യൂട്ട് ഈ ഗിവൺ സർക്യൂട്ടിൽ R2 R3 എന്താണ്? പാരലൽ ആണ്. അപ്പം അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ആണ്. ഇനി ദ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് R1. ഇനി R1ൻ്റെ കേസിൽ നോക്കുമ്പോൾ സമയത്ത് സീരീസ് ആണെങ്കിൽ ദ റെസിസ്റ്റൻസ് ഈസ് ഇൻ സീരീസ് വിത്ത് R1. ദസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് R1 പ്ലസ് R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ആണ്. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് R1 R2 പ്ലസ് R1 R3 പ്ലസ് R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. ഓക്കെ, സോ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് E1 ഇൻറ്റു R2 പ്ലസ് R3 ആണ്. ദെൻ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടല്ലോ, R1 R2 പ്ലസ് R1 R3 പ്ലസ് R2 R3 ആണ്. എങ്ങനെ നോക്കും? അതാ നോക്കാം, R1 R2 പ്ലസ് R1 R3 പ്ലസ് R2 R3. ഓക്കെ, അതാണ് അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. E1 സോഴ്സ് ആണ്, E1 സോഴ്സിൽ. ഇനി നോക്കാം, I1 ഡാഷ് കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇതാ നോക്കൂ, I1 ഡാഷ് കറണ്ട് ആണ്. I1 ഡാഷ് കറണ്ട് നോക്കുമ്പോൾ നമ്മൾ ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. I1 ഡാഷ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് I1 കറണ്ട് ഓക്കെ പാസ് ചെയ്യുന്ന സമയത്ത് I1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. അപ്പോഴാണ് എന്ത്? I1 ഡാഷ് കറണ്ട്. ഓക്കെ, then I1 dash which is equal to EMF E1 സോഴ്സ്. അപ്പം E1 R2 ഡിവൈഡഡ് ബൈ ദെൻ ടോട്ടൽ റെസിസ്റ്റൻസ് R1 R2 പ്ലസ് R1 R3 പ്ലസ് R2 R3 എന്ന് കിട്ടി. അപ്പം I1 ഡാഷ് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് I2 ഡാഷ് ആണ്. ഓക്കെ, I2 ഡാഷ് ആണ് വേണ്ടത്. ഇനി നോക്കാം, E2 സോഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. E2 സോഴ്സ് കൺസിഡർ ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന ഒരു കറണ്ട് അതെന്ന് പറയുന്നത് I2 ഈക്വൽ ടു എന്തായിരിക്കും? മൊത്തത്തിലുള്ളത് എന്ന് പറയുന്നത് എന്താ? I2 ആണ്. I2 ഈക്വൽ ടു എന്തായിരിക്കും? I2 ഡാഷ് പ്ലസ് I2 ഡബിൾ ഡാഷ് ആയിരിക്കും. ഓക്കെ, ഇനി
നോക്കാം. I2 ഡാഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ I1 എന്ന് പറഞ്ഞാൽ I2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെ കേസിൽ ഇത് സെയിം ആസ് ഇതെന്തായിരിക്കും? I2 ഡാഷ് എന്തായിരിക്കും? E2 R1 ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു R1 ആണ്. വിത്ത് റെസ്പെക്ട് ടു R1 ഇതെന്ന് പറയുമ്പം I2 ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് വരും? I2 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 എന്നാണ് വരിക. അപ്പം ഈ EMF E2 R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 പ്ലസ് R1 ഇൻറ്റു R3 പ്ലസ് R2 R3 എന്ന് കിട്ടി. ഇനി രണ്ടും കൂടി പ്ലസ് ചെയ്യാം. രണ്ടും കൂടി പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ സെയിം ആസ് ഇതേ ആൻസറാണ്. ഇതാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് പ്രൂഫായില്ലേ? I1 ഡാഷ് പ്ലസ് I2 ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് R3 ഇൻറ്റു R1 പ്ലസ് R2. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് I ഈക്വൽ ടു I1 ഡാഷ് പ്ലസ് I2 ഡാഷ്. അപ്പം ഇത്രയേ ഉള്ളൂ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എങ്ങനെയാ വെച്ചാൽ I ഈക്വൽ ടു എന്താണ് I1 ഡാഷ് പ്ലസ് I2 ഡാഷ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്രിച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ I കറണ്ട് കണ്ടെത്തി. ദെൻ ഓരോ സോഴ്സിൻ്റെ ബേസിൽ I1 ഡാഷും I2 ഡാഷും നമ്മൾ കണ്ടെത്തി. അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ദെൻ I കറണ്ട് കിട്ടും. ഓക്കെ.